ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കിന്നൊരു പുതിയ കാര്യം പഠിച്ചാലോ? അരിത്തമെറ്റിക് സീക്വൻസിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്ക്, സമാന്തര ശ്രേണിയിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതും കൂടി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ദെൻ കഴിഞ്ഞില്ല കേട്ടോ. ഈ പരീക്ഷയ്ക്ക് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പരീക്ഷയൊക്കെ വരുമല്ലോ, ഓണപരീക്ഷയൊക്കെ വരുന്ന സമയത്തും അതേപോലെ തന്നെ ക്രിസ്മസ് പരീക്ഷയ്ക്കും അതേപോലെ തന്നെ ഫൈനൽ എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ നമ്മൾ എല്ലാ വീഡിയോകളും ചേർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ലൈവുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോയാലോ? എന്താ ടോപ്പിക്ക്? ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദി സം, തുകയുടെ ബീജഗണിത രൂപം. നമ്മൾ ശ്രേണിയുടെ ബീജഗണിത രൂപം ചെയ്തായിരുന്നു അല്ലേ? അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, തുകയുടെ ബീജഗണിത രൂപം ഇല്ലെങ്കിൽ n പദങ്ങളുടെ തുക, തുകയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ n പദങ്ങളുടെ തുക നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, നമുക്ക് നോക്കാം. ഞാനൊരു ചോദ്യം തരാണ്. ഞാൻ ചോദ്യം ഇവിടെ എഴുതിയിട്ടൊന്നുമില്ല, ഞാനൊരു ചോദ്യം എഴുതുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഏതെങ്കിലും ഒരു ചോദ്യം ആകാം. ഇപ്പം 4, 3, 7, 3, 10 എക്സെട്ര നമ്മൾ നേരത്തെ ചെയ്ത ഒരു ചോദ്യമാണ്. 4, 7, 10 ഈ സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം എത്രയാണ്? ഈ തുകയുടെ ബീജഗണിത രൂപം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. n പദങ്ങളുടെ തുക എത്ര എന്നൊക്കെയാണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. n പദങ്ങളുടെ തുക, ഫൈൻഡ് ദ സം ഓഫ് n ടൈംസ്. ഫൈൻഡ് ദ സം ഓഫ് n ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണത്? ദാറ്റ് ഈസ് എ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദ സം, തുകയുടെ ബീജഗണിത രൂപമാണ്. ഓക്കെ, തുകയുടെ ബീജഗണിത രൂപം എന്ന് ചോദിക്കുന്നതിന് പകരം എങ്ങനെ ചോദിക്കും? n പദങ്ങളുടെ തുക, ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദ സം എന്ന് ചോദിക്കുന്നതിന് പകരം എന്ത് ചോദിക്കും? സം ഓഫ് n ടൈംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സീക്വൻസ് കിട്ടിയിട്ടുണ്ട്, അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. 4, 7, 10 4, 7, 10 ഈ ശ്രേണിയുടെ ഈ സീക്വൻസിൻ്റെ തുകയുടെ ബീജഗണിത രൂപം, ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. എന്താണ്? സീക്വൻസിൻ്റെ ആൾജിബ്രൈക് ഫോം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതണം അല്ലേ? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കൈ കിട്ടിയാൽ ആദ്യം എഴുതേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആണ്. അത് എഴുതി വയ്ക്കാം. ഫസ്റ്റ് ടേം എത്രയാണ്? 4, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാണ്? 3. ഇനി നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം. xn ഈസ് ഈക്വൽ ടു dn 3n പ്ലസ് f മൈനസ് d. എന്താണ്? 4 മൈനസ് 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? xn ഈസ് ഈക്വൽ ടു 3n പ്ലസ് 4ൽ നിന്ന് 3 കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ശ്രേണിയുടെ ബീജഗണിത രൂപം, സീക്വൻസിൻ്റെ ആൾജിബ്രൈക് ഫോം കിട്ടി. ഓക്കെ, ഏതാണ്? 3n പ്ലസ് 1. ഇതിനെ നമ്മൾ വേറെ രീതിയിലും വിളിക്കാറുണ്ട് കേട്ടോ. എന്നാം പദം, എന്ത് ടേം ഓഫ് ദ സീക്വൻസ്, റൈറ്റ് ദ എന്ത് ടേം ഓഫ് സീക്വൻസ് എന്ന് പറഞ്ഞാലും ശ്രേണിയുടെ ആൾജിബ്രൈക് ഫോമാണ്. ഓക്കെ, എന്നാം പദം എഴുതുക എന്ന് പറഞ്ഞാൽ ശ്രേണിയുടെ ബീജഗണിത രൂപമാണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതാണോ? അല്ല, നമ്മൾ എന്തിൻ്റെ കണ്ടുപിടിക്കാൻ പോകുന്നത്? തുകയുടെ ആൾജിബ്രൈക് ഫോമാണ് കേട്ടോ. തുകയുടെ ബീജഗണിത രൂപമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സമ്മിൻ്റെ ആൾജിബ്രൈക് ഫോമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സമ്മിൻ്റെ ആൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കുന്നു. അതിന് നമ്മൾ സമ്മിനൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. എന്താ ഇക്വേഷൻ? xn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഈ തുകയുടെ ബീജഗണിത രൂപം ഒരേ ഇക്വേഷൻ തന്നെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെയുള്ള ചോദ്യങ്ങളിൽ ഇതേ ഇക്വേഷൻ തന്നെ നമ്മൾ ഉപയോഗിച്ചത് കേട്ടോ. xn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു, മാറ്റമൊന്നുമില്ല, n/2 ഇൻറ്റു x1. നമുക്കറിയുന്ന കാര്യങ്ങൾ ഇനി എടുത്തു കൊടുത്താൽ മാത്രം മതി. ഇത് അത്ര എളുപ്പമാണ്. x1 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യ പദമാണ്, ഫസ്റ്റ് ടൈം അല്ലേ? നമ്മുടെ ഈ സീക്വൻസിന് ഫസ്റ്റ് ടൈം എത്രയാണ്? 4 ആണ്. 4 പ്ലസ് xn. ദാ xn എത്രയാണ്? നമ്മൾ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. xn എത്രയാണ്? എത്ര xn? 3n പ്ലസ് 1. അത് നമുക്കവിടെ കൊടുക്കാം. 3n പ്ലസ് 1 അത്ര എഴുതി. ഇനി xn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു, അതേപോലെ തന്നെ എഴുതി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, n ഉള്ള ടൈം ആദ്യം എഴുതണം.
നമ്മുടെ ഇവിടെ n ഉള്ള ടൈം ഏതാണ്? 3n ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 3n ആദ്യം എഴുതാം. 3n. ഓക്കെ, ബാക്കി നോക്കാം. 4 + 1 ആണ്. 4 + 1 മൈനസ് ആണ്, മൈനസ് ചെയ്യണം കേട്ടോ. +1 പകരം -1 ആണെങ്കിൽ 4ൽ നിന്ന് 1 കുറയ്ക്കുകയാണ് വേണ്ടത്. ഇപ്പം നമ്മൾക്ക് കിട്ടിയതനുസരിച്ച് എന്താണ്? 4 + 1 ആണ്. 4 + 1 4ഉം 1ഉം എത്രയാ? 5. പോസിറ്റീവ് 5 അല്ലേ, അതുകൊണ്ടാണ് +5 +5. -5 ആണെങ്കിൽ മൈനസ് നമ്മൾ എഴുതി വെക്കും കേട്ടോ. നമുക്ക് അങ്ങനത്തെ ഉദാഹരണങ്ങളൊക്കെ എടുത്ത് ചെയ്യാം. അപ്പോൾ n/2 × 3n + 5. ഇനി ബാക്കി നമുക്ക് തൊട്ടുമേൽ എഴുതിയാലോ? എഴുതാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ n/2 കൊണ്ട് നമ്മൾ ഏകദേശമൊക്കെ അടുത്തേക്ക് എത്തി കേട്ടോ. സിമ്പിളാണ് ഈ സാധനം. n/2 കൊണ്ട് ബ്രാക്കറ്റിനുള്ളിലുള്ള നമ്പറുകളെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. n/2 കൊണ്ട് നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്താണ്? 3n-നെയാണ്. എന്തായിരിക്കും n/2 × 3n? എത്രയാ? n × 3n എന്താ? n × 3n n × 3n 3n എന്ന് പറഞ്ഞാൽ 3 × n അല്ലേ? എത്രയായിരിക്കും? 3n × n എന്താണ്? n² ആണ്. ശരിയല്ലേ? അത് എഴുതണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ n/2 × 3n എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? 3n². n/2 കൊണ്ടാണ് ഗുണിക്കുന്നത് അല്ലേ? അപ്പോൾ അവന് ബോണസായിട്ട് അവിടെ എന്തുണ്ട്? ഒരു 2ഉം കൂടി ഉണ്ട്. ഓക്കെ, 3n²/2. നമ്മൾ ഏതും കൊണ്ട് n/2 കൊണ്ടാണ് ഗുണിച്ചത്. n/2 × 3n 3n². n/2 കൊണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? /2. നടുക്കുള്ള ചിഹ്നം എന്താണ്? പ്ലസ്. n × 5 5n ആണ്. അങ്ങനെയെങ്കിൽ n/2 × 5 5n/2. n × 5 5n. അങ്ങനെയെങ്കിൽ n/2 × 5 5n/2. കഴിഞ്ഞോ? നമുക്ക് ഇത്രയും കിട്ടിയില്ലേ? ഇത്രയേ ആൻസറുള്ളൂ. ദാറ്റ് ഈസ് ആൻസർ. 3n²/2 + 5n/2. ഒരു കാര്യം കൂടി ചില ചോദ്യങ്ങൾ ചെയ്യാനുണ്ടാവും കേട്ടോ. ഈ 3നെ 2 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമെങ്കിൽ 3ന് പകരം 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സംഖ്യകളാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു ഉദാഹരണം കൂടി ഒന്ന് നോക്കിയാലോ? നമുക്ക് വേറൊരു ചോദ്യം ചെയ്ത് നോക്കാം. നമുക്ക് വേറൊരു പേജ് എടുക്കാം. ഇതേ സാധനം തന്നെയാണ് കേട്ടോ. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാവേ. 4ഉം 2ഉം 6ഉം 2 8 എക്സെട്ര. 4 6 8. ഫസ്റ്റ് ടൈം എത്രയാണ്? 4. കോമൺ ഡിഫറൻസ് എത്രയാണ്? 2. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ്? n-ാം പദം കണ്ടുപിടിക്കും അല്ലേ? nth ടൈം ശ്രേണിയുടെ ബീജഗണിത രൂപം xn = എൻ്റെ കൂടെ തന്നെ ചെയ്യണേ. dn + f - d. xn = dn + f - d. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ചെയ്തോ? കൊടുത്തോ. d എത്രയാ? പറഞ്ഞോ? എത്രയാണ്? 2. അപ്പോൾ 2n + f എത്രയാണ്? 4. 4 - d എത്രയാണ്? 2 ആണോ? then xn = 2n + 4ൽ നിന്ന് 2 കുറച്ചാൽ ഒപ്പം നമുക്ക് ഒരുമിച്ച് ചെയ്യാന്നേ. 4ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണ്? 2. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 2n + 2. ആൾജിബ്രൈക് ഫോം കിട്ടി. ബീജഗണിത രൂപം. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? തുകയുടെ ബീജഗണിത രൂപം. അതിനുള്ള ഇക്വേഷൻ എന്താണ്? Sn = n/2 × x1 + xn. n/2 × x1 + xn. then Sn = n/2 × x1 എന്ന് പറഞ്ഞാൽ ആരാണ്? ഫസ്റ്റ് ടൈം എത്രയാ? നമ്മുടെ ഫസ്റ്റ് ടൈം എത്രയാണ്? 4 + xn നമ്മളിത് എവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ? xn എന്ന് പറയുന്നത് എത്രയാണ്? xn എത്രയാണ്? 2n + 2. അപ്പോൾ 2n + 2. then Sn = n/2 ഇനി എന്ത് ചെയ്യണം? n ഉള്ള ടൈം നമ്മൾ ആദ്യമായിട്ട് എഴുതണം അല്ലേ? n ഉള്ള ടൈം ഇവിടെ ആരാ? 2n ആണ്. 2n. ഇനി പ്ലസ് 4 + 2. 4ഉം 2ഉം എത്രയാണ്? 6. 2n + 6. ഇനി എന്ത് ചെയ്യണം? ബ്രാക്കറ്റിന് പുറത്തുള്ള ഈ n/2 കൊണ്ട് ഇതിനെ ഓരോന്നിനെ നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ചെയ്ത് നോക്കിയാലോ? Sn = n/2 × 2n. n × 2n 2n² അല്ലേ? n/2 × 2n 2n²/2. 2n²/2 പ്ലസ് ചിഹ്നമാണുള്ളത്, അതുകൊണ്ട് പ്ലസ് n × 6n. അത് n × 6 6n. n/2 × 6 എന്ത് കിട്ടും? 6n/2.
കഴിഞ്ഞ കണക്കിന് നമ്മൾ ഇവിടം വരെ ചെയ്തായിരുന്നുള്ളൂ. ഇവിടെ ഇച്ചിരിയും കൂടി ചെയ്യാറുണ്ട്. സാർ നേരത്തെ പറഞ്ഞിട്ടായിരുന്നോ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറാണ് മുകളിലുള്ളതെങ്കിൽ എന്ത് ചെയ്യണം? ഹരിക്കണം. ഇവിടെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ അല്ലേ? 2നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. 6നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അങ്ങനെയെങ്കിൽ നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. SN ഈസ് ഈക്വൽ ടു 1n² പ്ലസ് 3n. 1 അവിടെ എഴുതണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇവനെ ഇങ്ങനെ എഴുതാം, n² പ്ലസ് 3n എന്ന് നമുക്ക് എഴുതാം. SN ഈസ് ഈക്വൽ ടു n² പ്ലസ് 3n. കാരണം അവിടെ എന്നിൻ്റെ കൂടെ ഒന്നുമില്ലെങ്കിലും അവിടെ എന്തുണ്ട്? 1 ഉണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. 1 n എന്നാണ് കണക്കാക്കുന്നത്. നോ പ്രോബ്ലം. 1n² പ്ലസ് 3 എന്ന് എഴുതിക്കോളൂ. പെർഫെക്റ്റ് ആൻസറാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഈ ഒരു ഭാഗം ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിലെ വേറൊരു ചോദ്യം കൂടി ആയിട്ടാണ് അടുത്ത ക്ലാസ് വരുന്നത്. ഓക്കെ, ടേക്ക് കെയർ. ബൈ.